ഹലോ എവരിവൺ. നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തെ പലതരത്തിലും ബാധിക്കാറുണ്ട്. പലതരത്തിൽ നമുക്കറിയാവുന്ന ഇന്നത്തെ പറയപ്പെടുന്ന പല അസുഖങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുണ്ടായ ചേഞ്ചസ് തന്നെയാണ്. അതിൽ ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് ആളുകളിൽ കാണുന്നതും എന്നാൽ ആളുകൾ അത്രത്തോളം അവെയർ അല്ലാത്തതുമായ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന മെന്റൽ ഫോഗ് എന്ന് പറയുന്ന അവസ്ഥ. മനസ്സിന് ഒരു മൂടൽ പോലെ വരുന്ന ഒരു അവസ്ഥ. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമ്മളിൽ പലരെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. പക്ഷേ നമ്മളിൽ പലർക്കും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അറിവില്ല. എന്താണ് ഈ മെന്റൽ ഫോഗ്? എന്തൊക്കെയാണ് ഈ മെന്റൽ ഫോഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്ന ഘടകങ്ങളെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്, അല്ലെ? ഒരു കോമ്പറ്റേറ്റീവ് മത്സര ബുദ്ധിയുള്ള അല്ലെ മത്സരങ്ങൾ നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത് നമ്മളുടെ ജോലിയുടെ കാര്യത്തിലായാലും പഠനത്തിന്റെ കാര്യത്തിലായാലും നമുക്കും ഒരുപാട് കോമ്പീറ്റ് ചെയ്യേണ്ടതായി വരും. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ മത്സരിക്കണമെങ്കിൽ നമ്മൾ ഉറക്കം വേണ്ടാന്ന് വെച്ചിട്ടുള്ള പരിശ്രമങ്ങൾ, അതുപോലെ തന്നെ മൊബൈലിന്റെ ലാപ്പിന്റെ ഉപയോഗമൊക്കെ വളരെയധികം കൂടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ മെന്റൽ ഫോഗ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് നമ്മളുടെ മനസ്സിനും നമ്മുടെ ബ്രെയിനിനും ഒക്കെയും റെസ്റ്റ് ആവശ്യമാണ്. നമ്മുടെ ഒരു ചിന്താഗതി അനുസരിച്ച് നമ്മളുടെ ബ്രെയിനിന് റെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഇല്ലാതെ, വിശ്രമം ഇല്ലാതെ, ഒട്ടും റെസ്റ്റ് എടുക്കാതെ ഒരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് നമ്മൾ എന്നും ഇങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ബ്രെയിനിനാകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. എന്തൊക്കെയാണ് ഈ ബ്രെയിൻ ഫോഗ് ഉണ്ട് എങ്കിൽ നമ്മൾ കാണിക്കുന്ന സിംറ്റംസ് എന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. അതോടൊപ്പം തന്നെ മറന്നു പോവുകയാണ്. ചെയ്യേണ്ട ജോലികളെ കുറിച്ച് നമുക്ക് പ്രായമായിട്ടുണ്ടാകുന്ന സംബന്ധമായ മറവികളുടെ കാര്യമല്ല പറയുന്നത്, അല്ലാതെ നമുക്ക് ചെയ്യേണ്ട ജോലികൾ ദൈനംദിനമായിട്ട് നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മറവി നമ്മളെ ബാധിക്കുന്നു. അതോടൊപ്പം തന്നെ ചെയ്യുന്ന ജോലികൾക്ക് നമ്മൾ സാധാരണ എടുക്കുന്നതിൽ കൂടുതൽ സമയം നമ്മൾ എടുക്കുന്ന ഒരവസ്ഥ. അതോടൊപ്പം ആകെ ഒരു ക്ഷീണം, ഒരു ഫറ്റീഗ്, എനർജി ഇല്ല, ഒട്ടും മോട്ടിവേഷൻ ഇല്ല, ഒന്നിലും ശ്രദ്ധിക്കാൻ ഈസിലി ഡിസ്ട്രാക്റ്റഡ്, ഒന്നിലും എനിക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വൃത്തിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ഉറക്കമില്ലാതെ വരുന്ന അവസ്ഥ, ഇങ്ങനെ ഒട്ടും എനർജി തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് മെന്റൽ ഫോഗ് എന്ന് പറയുന്ന ഒരു മനസ്സിന്റെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ മെന്റൽ ഫോഗ് എന്ന് പറയുന്ന അവസ്ഥ മനസ്സിനെ മാത്രമാണോ ബാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അത് ആ ഒരു അവസ്ഥയെ മറികടക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ അത് നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അതുപോലെ നമ്മളുടെ ഇമോഷൻ, വൈകാരികമായ തലങ്ങളിലും എല്ലാം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മെന്റൽ ഫോഗ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ ദിനചര്യയിൽ വരുത്താൻ, അല്ലെ ദൈനംദിന ജീവിതത്തിൽ വരുത്താൻ തയ്യാറായാൽ നമുക്ക് ഈ അവസ്ഥയെ മറികടക്കാവുന്നേ ഉള്ളൂ. ഇനി അഥവാ നമുക്ക് ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു, നമ്മളെ കൊണ്ട് പിടിച്ചാൽ നിൽക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി വിദഗ്ധമായ ഉപദേശങ്ങൾ നമ്മൾ മാനസികപരമായിട്ടുള്ള മേഖലകളിൽ കൈകാര്യം ചെയ്യുന്നവരുടെ ഒരു ഹെൽപ്പിന്റെ ആവശ്യവും വേണ്ടി വരാറുണ്ട്. ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് എന്ന് പറയുന്നത് നമുക്ക് ഒരു അല്പം റെസ്റ്റിന്, നമ്മളുടെ സ്വന്തം കാര്യം നോക്കാനായിട്ട് ഒരു വിശ്രമത്തിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. നല്ല ഉറക്കം അത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. നമ്മളുടെ ബ്രെയിൻ ഇപ്പോഴും ഇങ്ങനെ വർക്കിംഗ്, നമ്മൾ ബ്രെയിനിന് ലോഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവിടെ ബ്രെയിൻ ഇത് താങ്ങാവുന്നതിലപ്പുറമാകും. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ള വിശ്രമം കൊടുക്കാൻ നമ്മൾ തയ്യാറാവും. നല്ല ഉറക്കം വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ നന്നായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എങ്കിൽ ഒരു 1-2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്, ഇറിറ്റബിൾ ആണ്, അല്ലെ? മൊത്തത്തിലൊരു ദേഷ്യം, ആകെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊരു ഓർമ്മയില്ലാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് നല്ല ഉറക്കത്തിന് വേണ്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും ഉറങ്ങാൻ നേരം മൊബൈൽ യൂസ് ചെയ്യുന്ന ശീലം നമുക്കുണ്ടായെങ്കിൽ അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക. പകരം എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂസിക്, ഒരു പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്ത് ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട് എങ്കിൽ പല പ്രശ്നങ്ങളും, ഈ മെന്റൽ ഫോഗ് എന്ന് മാത്രമല്ല ഒരുപാട് മനസ്സിനെ ബാധിക്കുന്ന തരത്തിലും അല്ല ശരീരത്തിലേക്കെയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കും. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഉറങ്ങുന്ന അത്രയും നേരം കൂടി ഞാൻ അധ്വാനിച്ചുള്ളൂ, എനിക്ക് അത്രയും കൂടെ ജോലി ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ,
ഒരു മരം വെട്ടാൻ 2 വ്യക്തികൾ പോയിട്ട് അതിൽ ഒരു മനുഷ്യൻ മരം കണ്ടിന്യൂസ് ആയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത് തീർക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലി ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് ചെയ്യുന്ന അടുത്ത ആള് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആ വിശ്രമിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണയും അല്ലെങ്കിൽ ഒരു സ്പീഡും എല്ലാം ഒരു ഓർഡറിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഉറക്കത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാനായിട്ട് തയ്യാറാവുക. റെഡ്യൂസ് സ്ട്രെസ്. നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കണ്ടെത്തി ആ ഒരു മേഖലയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാവുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുന്ന് IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതല്ല, ഇന്നത്തെ പല ജോലികളും നമ്മൾ കണ്ടിന്യൂസ് ഒറ്റ ഇരിപ്പിൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒറ്റ ഇരിപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒരു ജോലി ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കാൻ തയ്യാറാവും. ആ ബ്രേക്ക് എടുത്ത് ഒന്ന് നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതിലൂടെ സാധിക്കും. ഒരു 60 to 90 മിനിറ്റ്സ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക, ഒന്ന് വെള്ളം കുടിക്കുക. ഒരു റിലാക്സേഷനിലേക്ക് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ നന്നായിട്ട് ആ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും സാധിക്കും. അതോടൊപ്പം നമുക്ക് ഈ മനസ്സിനും ശരീരത്തിനൊക്കെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനും അതുമൂലം കഴിയും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരോട് ഇടപെടാൻ കിട്ടുന്ന അവസരങ്ങൾ. അത് സംസാരിക്കാനോ അല്ല അവരുടെ കൂട്ടത്തിൽ കുറച്ചു നേരം ഒന്ന് ചെലവഴിക്കാനോ ഒക്കെ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടൊന്ന് സംസാരിച്ചാൽ അല്ല അവരുടെ കൂടെ അല്പസമയം സ്പെൻഡ് ചെയ്താൽ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ നമ്മളിൽ പലർക്കും ഉണ്ട്. റിസർച്ചുകൾ പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് എൻഡോർഫിൻ റിലീസ് ചെയ്യും. ഇത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ മൂഡ് എലവേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും എന്നുള്ള നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെയധികം നമ്മൾ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുകയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് കുറച്ചു നേരം ഒന്ന് സംസാരിച്ച് ആ ഒരു നേരത്തെ നമ്മളെ ബാധിച്ച ആ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ നല്ലൊരു റിലീഫ് കിട്ടി നമ്മുടെ മൂഡൊക്കെ ആദ്യം ഒന്ന് മാറിയതായിട്ട് തോന്നും അല്ലെ. ഇത് തന്നെയാണ് ഇവിടെയും ആ റിസർച്ചുകൾ പഠനങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപെടാനായിട്ട് നമുക്ക് ആകുന്ന രീതിയിൽ നമ്മളുടെ സമയത്തിനനുസരിച്ചുള്ള ഒരു ക്രമീകരണം ഈ സോഷ്യൽ കോണ്ടാക്റ്റിനും വെക്കാനായിട്ട് ശ്രദ്ധിക്കും. മെഡിറ്റേഷൻ നമ്മളുടെ ഹെഡിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് സമയം ഒന്നും നമുക്ക് മാറ്റിവെക്കാനില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മെഡിറ്റേഷന് നമ്മൾ ദിവസവും അത് ആ എഴുന്നേൽക്കുന്ന ആ ഒരു സമയം തന്നെ പിന്നെ ചെയ്യാമെന്ന് കരുതിയാൽ പലപ്പോഴും നമുക്ക് സമയം തികഞ്ഞു എന്ന് വരില്ല. അത് നമ്മളുടെ ഒരു ഡെയിലി റുട്ടീന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഈ മെന്റൽ ഫോഗ് പോലുള്ള ഒരുപാട് നമ്മളെ അലട്ടുന്ന മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാനും അതോടൊപ്പം നമുക്ക് മാക്സിമം വർക്ക് ചെയ്യണം. നമുക്കൊക്കെ അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി, എന്റെ പൊട്ടൻഷ്യലിന്റെ പരമാവധി എനിക്ക് വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടായെങ്കിൽ ഈ മെഡിറ്റേഷൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക തന്നെ വേണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത്. വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുക. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് ഒരുപാട് പ്രയോജനം തരുന്നതാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ നമ്മുടെ ത്രൂ ഔട്ട് ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ആ ബ്ലഡിന്റെ കൂടെ ഓക്സിജൻ നമ്മുടെ ബ്രെയിനിൽ എത്തുകയും അതും നമ്മുടെ മാക്സിമം നമുക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു എനർജി തരാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ വർക്കൗട്ടും അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള എക്സസൈസ്, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം അനുവദിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് സമയമില്ല എങ്കിലും ചെറിയ തോതിലെങ്കിലും ഉള്ള ഒരു എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്ത് അതും നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ പറയുമെങ്കിൽ ഇതിനൊന്നും നമുക്ക് സമയമില്ല എന്നുള്ള പരാതിയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് നമുക്കൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന നമ്മളുടെ ജോലികളിൽ അല്ലെങ്കിൽ പഠനം ഈ ഒരു മേഖലയിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു മേഖലയിൽ നമുക്ക് നമ്മളുടെ പരമാവധി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു എഫേർട്ട് ഇടാനായിട്ട് സാധിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ എല്ലാം മറന്നു പോവുക, പെട്ടെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക. അപ്പൊ എന്താണ് അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് വെക്കുന്ന എന്ത് കാര്യത്തിലും നമുക്ക് 100% ആത്മാർത്ഥത്തോടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് കൂടെ നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാവുക. അങ്ങനെ നമ്മൾ തയ്യാറാവുമ്പോൾ ഈ മെന്റൽ ഫോഗ് പോലുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.